ഹലോ ഡിയർ സ്റ്റുഡൻസ്, അസ്സാം വലൈക്കും. എടാ, അറബി പരീക്ഷയിൽ നമുക്ക് സ്ഥിരമായി വരുന്നൊരു ഗ്രാമർ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എഴുതാനുള്ള ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ സാധാരണ പഠിച്ച ഉണ്ട്, വലതുൻ, ഔലാദുൻ, കലം, അക്കലാമുൻ. അത് നോർമൽ ജമ്മാണ്. തെക്കസീർ എന്നതിന് പറയാം. എന്നാൽ ഇത് മുദക്കർ മുഅന്നസായിട്ടുള്ള ജമ്മാണ്. അപ്പം എങ്ങനെ മുദക്കർ മുഅന്നസ് മനസ്സിലാക്കാം? ഇവിടെ നിങ്ങൾ കണ്ടില്ല, കാത്തിബുൻ അല്ലെ? ഇവിടെ ഇത് സാലിഹത്തുൻ. സ്വാലിഹത്ത് എന്നുള്ള വാക്കിന് അവസാനം ത് ഉണ്ട്, അപ്പോൾ അത് സ്ത്രീലിംഗം ആയിരിക്കും. ഇനിയോ ഇവിടെ ത് ഉണ്ടോ? ഇവിടെ ത് ഇല്ല, അപ്പോൾ അതെന്താണ്? അത് പുല്ലിംഗമായിരിക്കും. അപ്പോൾ പുല്ലിംഗമായ ജമ്പ് എങ്ങനെ എഴുതാം, സ്ത്രീലിംഗമായ ജമ്പ് എങ്ങനെ എഴുതാന്നുള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുക കേട്ടോ. എന്താണ്? കാത്തിബുൻ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? യെസ്, ഈ ത് ഇല്ലാത്തതുകൊണ്ട് പുല്ലിംഗാണ്. അപ്പോൾ അതിന് ജമ്പ് കിട്ടാൻ വളരെ സുഖമാണ്. അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്ലസ് ഊന എന്ന് ചേർക്കുക. അപ്പോൾ എന്താ ആൻസർ കിട്ടും? കാത്തിബൂന ഉണ്ടോ? കാത്തിബൂന എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനിയോ ഈ ഊനയിൽ അവസാനിക്കുന്ന വാക്കിന്റെ സിംഗുലർ ഇട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്നും മൈനസ് ചെയ്യുക. എന്ത് മൈനസ് ചെയ്യുക? ഊന മൈനസ് ചെയ്യുക. അപ്പോൾ ഊന മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? അതിന് കാത്തിബ് എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ? അവസാന ഇല്ലാത്ത പുല്ലിംഗമായ വാക്കിന്റെ ജമ്മ കിട്ടാൻ ഊന എന്ന് ആഡ് ചെയ്യുക. അവസാന ഊനയിൽ അവസാനിക്കുന്ന പുല്ലിംഗമായ ജമ്മായിരിക്കും. ഇതിന്റെ സിംഗുലർ ഇട്ടാൽ ഈ ഊനയെ ഒഴിവാക്കിയാൽ മതി, നമുക്ക് കാത്തിബ് എന്ന് കിട്ടും. ഓക്കെ, അവിടെ നിങ്ങൾ കാത്തിബുൻ ആൻസർ എന്താ വരിക? ഊന നമ്മൾ ചേർന്നു, കാത്തിബൂന. ഓക്കെ, ഇവിടെ ഊനയിൽ അവസാനിക്കുന്ന പുല്ലിംഗാണ്, അപ്പോൾ ഊന ഒഴിവാക്കിയാൽ മതി. അൽ മുസ്ലിമൂനെയാണ്. അപ്പോൾ എന്താ ചെയ്താൽ മതി? അതിൻ്റെ സിംഗുലർ എന്താണ്? അൽ മുസ്ലിം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയോ നമുക്ക് അടുത്ത വാക്കെടുക്കാം, സോലിഹത്ത് അല്ലേ? സോലിഹത്ത് അവസാനം തീയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം തരും? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തീനെ നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് പ്ലസ് നമ്മൾ ആത്തുൻ എന്ന് ചേർക്കണം അല്ലേ? സോലിന് ആത്തുൻ എന്ന് ചേർക്കണം. അപ്പം എന്ത് കിട്ടും? കട്ട് ചെയ്തില്ല, ത് കട്ട് ചെയ്യും. അപ്പം സോലിഹാത്തു. അപ്പം എന്താ വെച്ചിട്ടും സോലിഹാത്തുൻ എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി അവസാനം ആത്തുന്ന് അവസാനിക്കുന്നതിന്റെ സിംഗുലർ ഇട്ടാൻ, മുഫ്രദ് ഇട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആത്തുൻ മൈനസ് ചെയ്യണം. എന്നിട്ടോ പ്ലസ് താ ആഡ് ചെയ്യണം. അപ്പം എന്ത് കിട്ടൂടാ? സോലിഹാത്തുൻ. ആത്തുൻ മൈനസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? അപ്പം സോലിഹ കിട്ടി. പ്ലസ് ത് ആഡ് ചെയ്തു, സോലിഹത്ത്. ക്ലിയർ ആയല്ലോ? എന്ന് വെച്ചാൽ സ്ത്രീലിംഗമായ വാക്കിന്റെ ജമ്മ കിട്ടാൻ ആത്തുൻ എന്ന് ആഡ് ചെയ്യുന്നു. ഇനിയോ ഈ ത് ഒഴിവാക്കിയിട്ട് ആത്തുൻ ആഡ് ചെയ്യുന്നു. ഇനി അതിന് ആത്തുൻ അവസാനിക്കുന്ന ജമ്മിന്റെ സിംഗുലർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് ആത്തുൻ ഒഴിവാക്കിയിട്ട് പ്ലസ് ത് ആഡ് ചെയ്യുക. അപ്പൊ സോലിഹത്തിന് കിട്ടും. ഓക്കെ, നോക്കാം നമുക്ക്. സോലിഹത്തിന് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സോലിഹാത്തുൻ. ഇനി അവസാനം ആത്തുൽ അവസാനിക്കുന്ന ജമ്മുണ്ട് ഇവിടെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? മുഅല്ലിമ ആത്തുൻ ഒഴിവാക്കി, പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം? ത്. അപ്പൊ മുഅല്ലിമത്ത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഗ്രാമർ ആയത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു ക്ലിയർ ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. പഠിച്ചു പോവുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.